എല്ലാവർക്കും നമസ്കാരം. ഗ്രഹാണാം അതിചാരേണ സൂചയന്തി മനീഷിണഃ കോ വക്ത താരതമ്യസ്യ തമേകം വേദസംവിന എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ബ്രഹ്മാവിന് മാത്രമല്ലാതെ വേറെ ആർക്കും ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ കൊണ്ടുള്ള ഗുണദോഷങ്ങളെ പറയാൻ സാധിക്കുകയില്ല. നമ്മൾ സാധാരണ മനുഷ്യനാണ്. എന്നിരിക്കലും ആചാര്യമതം പൊതുജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കന്നിക്കൂറുകാര്, അതായത് ഉത്രത്തിലെ 2, 3, 4 പാദം, അത്തം 1, 2, 3, 4 പാദം, ചിത്തിര 1, 2 പാദങ്ങളിലുള്ള കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന രാഹുകേതുക്കളുടെ മാറ്റം ഒരു കണക്ക് പ്രകാരം സെപ്റ്റംബർ 1 തീയതി രാഹുകേതുക്കൾ മാറിക്കഴിഞ്ഞു എന്നാണ്. എന്നിരിക്കലും അഭിജ്ഞമതമായിട്ട് സെപ്റ്റംബർ 23 തീയതിയാണ് ഈ രാഹുകേതുക്കൾ മാറുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹു ഭഗവാൻ മിഥുനത്തിൽ നിന്നും ഇടവത്തിലേക്കും കേതു ഭഗവാൻ ധനുസിൽ നിന്നും വൃശ്ചികത്തിലേക്കുമാണ് മാറുന്നത്. ഈ മാറ്റം ഗോചരം എന്ന് പറയും. ഈ മാറ്റം കന്നിക്കൂറുകാർക്ക് എങ്ങനെയിരിക്കും എന്നാണ് നോക്കേണ്ടത്. കന്നിക്കൂറുകാർക്ക് ഇത്ര ദിവസം 10 കൊണ്ട് കുറച്ച് കഷ്ടങ്ങളെല്ലാം തന്നിട്ടുള്ളതായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള കഷ്ടങ്ങളെല്ലാം തന്നിട്ടുള്ളതായിട്ടുള്ള ഈ രാഹു ഭഗവാൻ 9 മാറി വരും ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ ദൃഷ്ടിയോടുകൂടെ ആവുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നല്ല മുന്നേറ്റം ഉണ്ടാവും. പണക്കെട്ടുപാട്, പണം ആണല്ലോ പ്രധാനം. ഭഗവാന്റെ 1000 നാമങ്ങളിൽ ഒന്നാണ് പണഹ. അപ്പൊ പണഹ എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല്, ദ തിങ് വിച്ച് ഈസ് കേപ്പബിൾ ടു മാനേജ് എവറിത്തിങ് ഈസ് കാൾഡ് പണം എന്നാണ് ഡിക്ഷണറി എഴുതിയിരിക്കുന്നത്. അപ്പോ പണം എന്നുള്ളത് കയ്യിൽ ധാരാളം വരും. പണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ 9ാം വീട്ടിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും 9ാം വീട്ടിലേക്ക് രാഹുവും കൂടെ ആവുമ്പോൾ നിറയെ ആഭരണങ്ങൾ, വസ്ത്രാദി ലാഭങ്ങൾ, അതുപോലെ തന്നെ വീട് കെട്ടാൻ തടസ്സങ്ങളുണ്ടായവർക്കൊക്കെ വീട് കെട്ടിത്തീരാനുള്ള സ്ഥിതിവിശേഷങ്ങൾ, വളരെ കാലമായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കന്നിരാശിക്കാർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സമയം, അങ്ങനെ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ രാഹുകേതുക്കളെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കേതു ഭഗവാൻ 3 നിന്നുകൊണ്ട് വീര്യം, ശൗര്യം, ഭ്രാതരം, വിക്രമഞ്ച എന്ന് പറയുന്നതായിട്ടുള്ള തൻ്റെ ഭുജബലപരാക്രമങ്ങളെ പുറത്തു കാണിക്കാനും അതുമൂലം പേരും പദവിയും പ്രശസ്തിയും പണവും ലഭിക്കാനുമുള്ള സാധ്യതകൾ കൂടുന്നതായിട്ടാണ് കാണുന്നത്. കന്നിക്കൂറുകാരുടെ സ്ത്രീകൾക്കാണ് ഉത്രം ഗംഭീരം എന്നാണ് പറയുക. സ്ത്രീകൾക്ക് വളരെ ആശാവഹമായിട്ടുള്ള പുരോഗതികൾ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 1.5 വർഷക്കാലം. അതുപോലെ തന്നെ നിറയെ പേർക്ക് ആത്മാവൈ പുത്രനാമാസി എന്ന് പറയും. അതായത് കുട്ടികൾ നന്നാവുക, കുട്ടികൾ നന്നായി പഠിക്കുക, കുട്ടികൾ പ്രവർത്തനത്തിൽ പരിശോഭിക്കുക, ആ കുട്ടികളുടെ മികവ് കൊണ്ട് അച്ഛനമ്മമാർക്ക് പേരുണ്ടാവുക, ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വാഹനങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് പുതിയ വാഹനം മേടിക്കാനും, അല്ലെങ്കിൽ ഈ ഉള്ള വാഹനത്തിനെ കുറച്ചുകൂടെ നന്നായിട്ട് വൃത്തിയാക്കി പുതുപ്പിച്ച് പൊലിവൂട്ടി അതിനെ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കൂടുന്ന സമയമാണ്. ഇരുചക്ര വാഹനങ്ങൾക്കാർക്ക് 4 ചക്ര വാഹനങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സമയമാണ് കന്നിക്കൂറുകാർക്ക് ഈ 1.5 വർഷം സംഭവിക്കാൻ പോകുന്നത്. ദൈവകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.
നമ്മൾ ഈ ജീവിതം ഒന്നേ ഉള്ളൂ. ഈ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ. സുഹൃതം ദുഷ്കൃതം ചെയ്വ കാലാന്തമരികച്ചതി എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങളും കെട്ട കാര്യങ്ങളും നിറയെ ഉണ്ട് എന്നുണ്ടെങ്കിലും പരമാവധി നന്മ ചെയ്യുക. അങ്ങനെ നന്മ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് നടക്കും. ആ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്നൊക്കെയാണ് പൂന്താനം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ രീതിയിൽ നന്മ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരുവാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. എല്ലാവർക്കും നിങ്ങളുടെ ബന്ധുത്വത്തിലും സഹോദര്യത്തിലും അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധത്തിലുമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് പറയുക. എന്നാൽ ഞാൻ കൃതകൃത്യനായി. എല്ലാവർക്കും നല്ലത് നടക്കട്ടെ. സിംഹരാശിക്കാർക്ക് ഈ മാറ്റം അനുകൂലമാണ് എന്നുള്ള അഭിജ്ഞമതത്തെ ഇവിടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വീണ്ടും നമസ്കാരം.